ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ അച്ഛൻ പറയുന്നുണ്ട്. ക്ഷമിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ, ആ വ്യക്തി പൂർവിക ശാപം കൊണ്ടു നടക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിർദ്ധയനായ ഒരു ഭൃത്യന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ രാജാവിന് 14,000 താലന്താണ് ദാസൻ കൊടുത്തു തീർക്കാനുണ്ടായിരുന്നത്. ഒരു ദിവസത്തെ കൂലി 1 ദനാറിയാണ്. 1 താലന്ത് 6,000 ദനാറിയാണ്. 1 താലന്തുണ്ടാക്കാൻ ഒരു മനുഷ്യൻ 20 കൊല്ലം ജോലി ചെയ്യണം. സേവകൻ കടപ്പെട്ടിരിക്കുന്നത് 10,000 ദനാറിയാണ്. 5 ജന്മം കൊണ്ട് ഇയാൾക്ക് കടം വീട്ടാനാവൂ. അല്ലെങ്കിൽ ഇയാളുടെ 5 തലമുറ വീട്ടണം. അതുകൊണ്ടാണ് ചില പാപങ്ങൾ തലമുറകളെ വേട്ടയാടുന്നത്. ചില പാപങ്ങൾ വീട്ടാൻ അപ്പന് പറ്റിയില്ല. അതുകൊണ്ടാണ് മക്കൾ 4ഉം 5ഉം തലമുറ കൊണ്ട് വീട്ടണം. 5 തലമുറ കൊണ്ടും വീട്ടി തീർക്കാനാവാത്ത വിധത്തിലുള്ള കടങ്ങൾ ഓരോ വ്യക്തിയുടെയും തലയ്ക്കു മുകളിലുണ്ട്. പാപത്തിന്റെ സ്വാധീനം ജീവിത പങ്കാളിയിലും മക്കളിലും പ്രകടമാണ്. വീട്ടി തീർക്കാൻ നിവൃത്തിയില്ലെങ്കിൽ സമസ്ത വസ്തുക്കളും ഭാര്യയെയും മക്കളെയും വിറ്റു തീർക്കാനാണ് രാജാവ് ആവശ്യപ്പെടുന്നത്. പാപത്തിന്റെ സ്വാധീനം മക്കളിലും ജീവിത പങ്കാളിയിലും ബിസിനസ്സിലും വരുന്നതിൻ്റെ കണക്ഷൻ ഇതാണ്. നിങ്ങളെ കൊണ്ട് വീട്ടി തീർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് മക്കൾക്കും ജീവിത പങ്കാളിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. നിന്നെ കൊണ്ട് അത് വീട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്റെ ബിസിനസ്സിൽ ദൈവം സാത്താന് ഇടം കൊടുക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ വന്ന രക്ഷയുടെ വില ഇവിടെ മനസ്സിലാക്കണം. ജന്മജന്മാന്തരങ്ങളായി കടം വീട്ടി തീർക്കാൻ കഴിയാത്ത ഒരു ജനത ഞങ്ങളെ കൊണ്ട് ഇത് വീട്ടി തീർക്കാൻ കഴിയില്ലെന്ന് രാജാവിനോട് കേണപേക്ഷിച്ചു പറഞ്ഞപ്പോൾ ആ കടം തൻ്റെ മകൻ്റെ ശിരസിലേക്ക് വെച്ചുകൊടുത്തതിൻ്റെ പേരാണ് സുവിശേഷം. ഒരു മനുഷ്യനും സ്വന്തം കടം വീട്ടാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ 5 തലമുറകൾ കൊണ്ട് വീട്ടണം. നമ്മളും നമ്മുടെ മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളിയും കൂടി അനുഭവിക്കേണ്ട കടങ്ങൾ, എനിക്ക് വരേണ്ട, എൻ്റെ തലയിൽ പതിയേണ്ട അപകടമാണ് ക്രിസ്തു ഏറ്റെടുത്തത്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ വില അത്ര വലുതാണ്. രക്ഷയുടെ വില നാം തിരിച്ചറിയണം. കുമ്പസാരക്കൂട്ടിൽ നാം ഈ സമാധാനം അനുഭവിക്കുന്നു. കുമ്പസാരക്കൂട്ടിൽ നിന്ന് സമാധാനവും പാപമോചനവും മേടിച്ച് നാം പുറത്തിറങ്ങി വരുമ്പോഴാണ് നമുക്ക് കടം തരാനുള്ള ആൾ വരുന്നത് കാണുന്നത്. 5 തലമുറ കൊണ്ട് വീട്ടി തീർക്കാൻ കഴിയാത്ത കടം ഇളച്ചു കിട്ടിയ നമ്മൾ 3 മാസം കൊണ്ട് വീട്ടി തീർക്കാൻ മാത്രം ലഘുവായ കടമുള്ള ആളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അയാളെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുന്നു. എന്തിൻ്റെ കാരാഗ്രഹം? വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അകൽച്ചയുടെ കാരാഗ്രഹത്തിൽ. വെറുപ്പിലും വിദ്വേഷത്തിലും എപ്പോഴും കഴിയുന്നവർ ഓരോ കാരാഗ്രഹത്തിലാണ്. അവർ എപ്പോഴും ജയിലിലാണ്. ക്ഷമിക്കുന്നവൻ കൈവിലങ്ങഴിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. 5 ജന്മം കൊണ്ട് വീട്ടി തീർക്കാൻ കഴിയാത്ത കടം ഇളച്ചു കിട്ടിയവൻ 3 മാസം കൊണ്ട് വീട്ടി തീർക്കാൻ കഴിയുമായിരുന്നവനോട് ദയ കാണിക്കാത്തതുകൊണ്ട് ദൈവം അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. ഞാനീ പറഞ്ഞ ഭൃത്യൻ്റെ ഉപമ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സകല പാപങ്ങളുടെയും കെട്ടഴിയും. പക്ഷേ വിദ്വേഷത്തിലും പകയിലും കഴിയുന്ന വ്യക്തി തൻ്റെ സകല പാപങ്ങളുടെയും കെട്ട് തൻ്റെ തലയിലും വീട്ടിലും വയ്ക്കും. ക്ഷമിക്കാത്ത വ്യക്തി പൂർവിക ശാപം തലയിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. വെറുപ്പിൽ കഴിയുന്ന വ്യക്തി പൂർവിക ശാപം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ക്ഷമിക്കണം, മറ്റൊരു മാർഗവുമില്ല. പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങൾ വൈരാഗ്യത്തിലാണ് കഴിച്ചുകൂട്ടുന്നതെങ്കിൽ 5 തലമുറയുടെ ശാപം നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. പീഡിപ്പിച്ചവരോട് ക്ഷമിക്കാതെ വിദ്വേഷം വെച്ചു പുലർത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മറ്റെന്തു പുണ്യപ്രവൃത്തി ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. പിണക്കത്തിലാണെങ്കിൽ, കലഹത്തിലാണെങ്കിൽ
5 തലമുറയുടെ ശാപം നിങ്ങളുടെ തലയിലുണ്ട്. ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയും അയാളുടെ മക്കളും അതിൻ്റെ കടം വീട്ടേണ്ടതായി വരും. തലമുറകളോളം ആ ശാപം നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിച്ചവരോട്, വേദനിപ്പിച്ചവരോട് പൂർണ്ണമായിട്ട് മാപ്പ് കൊടുക്കാനും ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് പറ്റണം. ഈശോ അനുഗ്രഹിക്കട്ടെ.